ഹലോ കൂട്ടുകാരെ, അഗ്രോ ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് എൻ്റെ മുന്തിരി എങ്ങനെയാണ് പ്രൂൺ ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. ഞാൻ ഒരു കംബോഡിയൻ മുന്തിരിയും ഒരു സീഡ്ലെസ് മുന്തിരിയും നട്ടിട്ടുണ്ട്. ഇത് രണ്ടും നന്നായിട്ട് പന്തലിച്ച് അടിപൊളിയായിട്ട് ബ്രാഞ്ചസൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇതിൻ്റെ ഇലകളൊക്കെ കട്ട് ചെയ്യാൻ ഭയങ്കര വിഷമമുണ്ട്. കാരണം അതുപോലെ നല്ല പച്ചപ്പിൽ ഇങ്ങനെ പന്തലിച്ച് കിടക്കുക. കട്ട് ചെയ്താൽ മാത്രമേ പ്രൂൺ ചെയ്താൽ മാത്രമേ മുന്തിരി കായ്ക്കുള്ളൂ. 5 മാസത്തോളമായി ഞാനിത് നട്ടിട്ട്. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതിന് ശേഷം ഈ പ്രൂണിങ് ചെയ്തതിന് ശേഷമുള്ള വീഡിയോ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഞാനിതിനൊക്കെ ലിക്വിഡ് വളമാണ് കൊടുക്കാറുള്ളത്. നോക്കിക്കാണാൻ ഇത്രയും നല്ല പച്ചപ്പോട് കൂടി നിൽക്കുന്ന ഇലകളാണ് കട്ട് ചെയ്ത് ഈ മുട്ട പരുവത്തിലാക്കിയിട്ടുണ്ട്. എല്ലാ ഇലകളും ശിഖരങ്ങൾ പെൻസിൽ കന ഒഴികെയുള്ള ബാക്കി എല്ലാ ശിഖരങ്ങളും നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ ആണിത്. ഇതിന് ഞാൻ ലിക്വിഡ് വളം കൊടുക്കുന്നത്. ഇതിന് ചെവിട് ഒരുപാട് സ്പേസുള്ള സ്ഥലത്തല്ല ഞാൻ വെച്ചേക്കുന്നത്. മുറ്റത്ത് ചെടിച്ചട്ടിയൊക്കെ ഇരിക്കുന്നതിൻ്റെ ഇടയിലായിട്ട് വെച്ചേക്കായതുകൊണ്ട് ലിക്വിഡ് വളമാണ് ഇതിന് ഞാൻ കൂടുതലായിട്ട് കൊടുക്കുന്നത്. അതിൻ്റെ ആവശ്യമായിട്ട് ഞാനൊരു ബോട്ടിലിൻ്റെ ചെവിട് വശം കട്ട് ചെയ്തിട്ട് നേരത്തെ ഉള്ള വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ കട്ട് ചെയ്തിട്ട് ബോട്ടിലിൻ്റെ അടപ്പിന് ഒരു ഹോൾ ഇട്ടതിന് ശേഷം അതിലോട്ട് നമ്മുടെ ഇയർ ബഡ്സ് ഉണ്ടല്ലോ, ബഡ്സിൻ്റെ എൻഡ് ഓടിച്ച് കളഞ്ഞിട്ട് അതിൻ്റെ അടപ്പിലൂടെ ആ ബഡ്സ് ഇട്ട് ടൈറ്റ് ചെയ്ത് കെട്ടിത്തൂക്കി ഇട്ടേക്കുക. ഇതിൻ്റെ മേളിൽ കൂടെയാണ് ഇങ്ങനെ മേളിൽ വശത്തൂടെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കും. അത് ഡ്രോപ്പായിട്ട് അതിൻ്റെ ചുവട്ടിൽ തന്നെ വീഴും. അപ്പോൾ വേറെ ഒന്നിനും ശല്യമാകത്തില്ല. തടം എടുത്ത് കൊടുക്കുന്നില്ല. ലിക്വിഡ് വെള്ളം, അതായത് സോൾജർ 100 എന്ന ലിക്വിഡ് 1 ലിറ്റർ വെള്ളത്തിൽ 100 ml ഡൈലൂട്ട് ചെയ്ത് ഒഴിച്ച് കൊടുക്കും. 15 ദിവസം കഴിയുമ്പോൾ 1 ലിറ്റർ വെള്ളത്തിൽ 2 ഹോമിയോ ഗുളികയും ഡൈലൂട്ട് ചെയ്ത് ഒഴിച്ച് കൊടുത്താണ് അത്ര പച്ചപ്പോടുകൂടി എൻ്റെ മുന്തിരി നന്നായിട്ട് പടർന്ന് നിന്നത്. ഈ ലിക്വിഡ് വളം തന്നെയാണ് ഇനി ഞാൻ കായ്ക്കുന്നതിൻ്റെ ആവശ്യത്തിനും കൊടുക്കുന്നത്. ഇത് സിമ്പിളാണ്. നമുക്ക് വെള്ളം ഒഴിച്ച് ഈ വളങ്ങളല്ലാത്ത സമയത്ത് വെള്ളം ഒഴിച്ചിട്ട് ഇതിനകത്ത് ഒഴിച്ച് വെച്ചിട്ട് പോലെ നമുക്ക് എവിടെ വേണേലും നമുക്ക് പോയി വരാം. ഇതുപോലെ ഈ ചെടിക്കെന്നല്ല, ഈ മുന്തിരിക്കെന്നല്ല, എന്തിനും വെള്ളം നനയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്